ഉമ്മൻചാണ്ടിനെ ഒന്ന് മകൻ അനുകരിക്കും എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ അദ്ദേഹത്തെ അനുകരിക്കാൻ ഒരിക്കൽ പോലും അല്ല ശ്രമിച്ചില്ല. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്ക്. അത്രയും പോരാ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ. കലോത്സവ വേദിയിൽ നമുക്ക് ഒട്ടും വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത ഒരു താരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാഷ്ട്രീയക്കാരനാണ്, അതിനപ്പുറത്ത് നല്ല കലാഹൃദയമുള്ള ഒരാളാണ്. ജെയ്സൺ ചേട്ടാ, ചാണ്ടിയുമ്മൻ ഈ വേദിയിൽ വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ജെയ്സൺ ചേട്ടൻ എങ്ങനെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഇതിന്റെ ഈ മിമിക്രി മോണാക്ട് സംവിധാനങ്ങളിൽ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ഈ കലോത്സവ ചരിത്രത്തിൽ ഏറ്റവും അധികം അനുകരിക്കപ്പെട്ടിരിക്കുന്ന പേര് പറഞ്ഞത് ഉമ്മൻചാണ്ടി. അപ്പം ഉമ്മൻചാണ്ടിയുടെ മകൻ ഈ കലോത്സവ വേദിയിൽ എത്തി എന്നുള്ളതിൽ അതിശയമാണ്. ഒരു കാര്യം നിങ്ങൾ മറച്ചു വെക്കണ്ട, ഭാവിയില് ഇനി കലാകാരന്മാർക്ക് അനുകരിക്കാനുള്ള മുതലാണത്. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടുള്ളത് അത് ശരിക്കും എന്താ ഈ കലോത്സവ വേദിയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്താ? അല്ല, ഞാന് 2015 മുതൽ കലോത്സവ വേദികൾ പോകുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ 3 വർഷമായിട്ട് റെഗുലറായിട്ട് പോകുന്നുണ്ട്. MLA ആയതിനു ശേഷം എല്ലാ പ്രാവശ്യവും ഞാൻ പോയിട്ടുണ്ട്. അപ്പം നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ ഈ കുഞ്ഞ് മക്കൾ അവരെ വളർന്നു വരുന്ന നാടിന്റെ ഭാവിയാണ്. അവരെ കാണുമ്പോൾ അവരിലാണ് നമ്മുടെ പ്രതീക്ഷ മുഴുവനുള്ളത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അവര് വളർന്നു വരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അത് നമ്മളും കൂടെ വന്ന് കാഴ്ചക്കാരായി അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, അവർക്ക് സന്തോഷം. ചാണ്ടി ഉമ്മൻ ഏതെങ്കിലും ഈ കലോത്സവ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ? ഞാൻ എന്റെ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. അന്ന് ഏതായിരുന്നു വേഷം? ഏതായിരുന്നു? ഒരു അമ്മൂമ്മയുടെ വേഷം. അല്ലാതെ മറ്റ് യാതൊരുവിധ ബന്ധവും കലോത്സവമായിട്ടില്ല? അല്ല, കലോത്സവം കാരണം ഞാൻ പിന്നെ ICSE സിലബസിലോട്ട് പോയപ്പോൾ ഞങ്ങൾ കലോത്സവമല്ല, സ്കൂളിലുള്ള മീറ്റുകൾ, ആർട്സ് ഫെസ്റ്റ് അങ്ങനെയുള്ള മീറ്റുകൾ പങ്കെടുക്കുമായിരുന്നു. അതിനകത്ത് മോണോ ആക്ട്, അതുപോലെ തന്നെ ടാബ്ലോ, പിന്നെ ഫാൻസി ഡ്രസ്, അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇനം ഇപ്പൊ നമുക്ക് കാഴ്ചയിലും കേൾക്കാനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രാമ തന്നെയായിരിക്കും. ഡ്രാമ കാണുന്ന വലിയ സന്തോഷം. ഞാനിപ്പം അതുകൊണ്ട് നാട്ടിലുള്ള രാഷ്ട്രീയ ഡ്രാമയിലേക്ക് കയറിയപ്പോ അതിന് അത് പ്രചോദനം കൂടുതലുണ്ടായിട്ടുണ്ടോ? അത് ഈ ഡ്രാമയിലൂടെ ഉള്ള സാധനങ്ങൾ രാഷ്ട്രീയത്തിൽ ഞാൻ ഈ അമ്പലങ്ങൾ ഉത്സവം നടക്കുമ്പോൾ ചിലപ്പോ ഞാൻ പ്രത്യേകം പോയിന്റ് ആക്കും പോയി നാടകം കാണാൻ. ഞങ്ങളുടെ നാട്ടിലൊരു കഴിഞ്ഞ വർഷം ഒരു ഉത്സവം നടന്നപ്പോൾ ഞാൻ ആ നാടകം മൊത്തം കണ്ടുവരുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയ നാടകങ്ങൾ കാണുമ്പോഴേ ഈ ഡ്രാമയായിട്ട് എത്രമാത്രം കോറിലേറ്റ് ചെയ്യുന്നുണ്ട്? രാഷ്ട്രീയത്തിലൊരു ഡ്രാമയില്ല, നിങ്ങൾ ഉണ്ടാക്കിയ ഡ്രാമയാണ്. ഇല്ലാത്ത ഡ്രാമ ചാനൽസ് ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പം പറഞ്ഞു ഈ മോണാക്ട് ഒക്കെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം, കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത്. റിപ്പോർട്ടറിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു മോണാക്ട്. അല്ല, ഞാൻ പറയാം, ഉമ്മൻചാണ്ടിനെ ഒന്ന് മകൻ അനുകരിക്കും എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യോ? അത്രയും പോരാ. അല്ലല്ല, അതല്ല. അതായത് അതിനെക്കാട്ടി മികച്ച ഒത്തിരി പേർ അദ്ദേഹത്തെ അനുകരിച്ചു. ഞാൻ അദ്ദേഹത്തെ അനുകരിക്കാൻ ഒരിക്കൽ പോലും ശ്രമിച്ചില്ല. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇപ്പൊ ഈ പറയുന്നതിന് അനുകരണമെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. കുറച്ചൊക്കെ അഭ്യാസം കയ്യിലുണ്ട്. അല്ല ജെയ്സൺ ചേട്ടാ, ഇപ്പം ഓണാക്ട് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു, പക്ഷെ നന്നായിട്ട് പാടും. പാട്ട് കേട്ടിട്ടുണ്ടോ? അപ്പം നമ്മളിവിടെ കൂടി എല്ലാരും ഒരു നല്ല കയ്യടി കൊടുക്കോ. ചാണ്ടി ഉമ്മന്റെ ഒരു പാട്ട് എല്ലാവർക്കും കേൾക്കാം. നല്ലൊരു കയ്യടി. കയ്യടി ഇല്ലാത്തതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? അവർക്ക് വേണ്ട. ചുറ്റും കൊട്ടുകാണെന്ന് കയ്യടിക്കുന്നുണ്ട് അവര്, പക്ഷെ ഈ കൊട്ടുകൊണ്ട് കേൾക്കാതെ ഒന്ന് കയ്യടിച്ച് നന്നായിട്ട് ഉറക്കന. അത് ഇവിടെ നിൽക്കുന്നവർക്ക് മാത്രമല്ല, റിപ്പോർട്ടർ ടിവിയുടെ പ്രേക്ഷകർക്കാണ്. ഒന്ന് കണ്ടില്ല, റിപ്പോർട്ടർ ടിവിയുടെ പ്രേക്ഷകർക്കാണിത്. അതുകൊണ്ട് ചാണ്ടി ഉമ്മന്റെ ഗാനം ലക്ഷക്കണക്കിന് റിപ്പോർട്ടർ ടിവിയുടെ പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു. തുടങ്ങാമോ? അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ. കൽവിളക്കുകൾ പാതി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തുനിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കോപകന്യയായി വന്നതാണു ഞാൻ. ചില്ലറക്കാരനല്ല.